അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കണം. അഫ്ളലു മാ അകല റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ അധ്വാനിച്ചു തിന്നുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അഫ്ളലായ റിസ്ഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനവൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന, കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യം വെറുതെ കിട്ടുന്നതോ ദാനമോ അല്ല, യാചിച്ചു വാങ്ങിക്കുന്നതോ അല്ല, അവനവൻ അധ്വാനിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് തവക്കുലാക്കാൻ വേണ്ടി പറഞ്ഞു. യാ അല്ലാഹ് وعلمناه صنعة لبوس لكم لتحصنكم من بأسكم. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ആർമർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അല്ലാഹു തആല. യുദ്ധത്തിൽ അണിയുന്ന ഇരുമ്പിന്റെ കുപ്പായം. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു, ഇരുമ്പ് കൊണ്ട് ജോലി ചെയ്തിരുന്ന മഹാനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അമ്പിയാക്കന്മാരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ജോലി ചെയ്തു എന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഹൽഖ് അങ്ങനെ ഒരു ചോദ്യം യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്. തങ്ങൾ എന്ത് ചോദിച്ചു? നമ്മളൊരു ഡോക്ടർ എന്നൊക്കെ പേരുള്ള ഒരു ചങ്ങയുണ്ടല്ലോ, മുസ്ലിം പേരുള്ള ആളൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നും പഠിക്കണില്ല, വെറുതെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഇവിടെ ആളുകൾ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ആരെങ്കിലും കേൾക്കുള്ളൂ. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണം ഇപ്പൊ അല്ലേ. ഈ മുസ്ലിമീങ്ങളെ മേക്കിട്ട് കയറുക എന്ന് പറഞ്ഞപ്പോ ഒരു 2ാം നമ്പറായി മാറിയിട്ടുണ്ട്. എന്തിനും വർഗീയത പറയാ. അപ്പൊ അവര് പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓല് പറയാറില്ല, നമുക്ക് പറയണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ജോലിയാ ചെയ്തതെന്ന് ചോദിക്കും. തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, നുബുവത്ത് വരെ തങ്ങൾക്ക് ജോലിയുണ്ട്. തങ്ങൾ ആട്ടിടയനായും കച്ചവടവും തങ്ങൾ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മഹദി റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് താങ്ങും തണലുമാണ്. തങ്ങൾ ചെയ്ത ജോലി എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം, തങ്ങൾ പട്ടിണി കിടന്ന നബിയാണ്. തങ്ങൾക്ക് നുബുവത്തിന്റെ ദൗത്യം അല്ലാഹു ഏൽപ്പിച്ചപ്പോൾ വേറെ ഒരു ജോലിക്ക് പോകാൻ തങ്ങൾക്ക് നേരമുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. തങ്ങൾക്ക് ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇറങ്ങുകയായിരുന്നു. എന്നാൽ തങ്ങൾ ആരോടെങ്കിലും യാചിച്ചിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞോ സ്വഹാബികളോട് എനിക്ക് പൈസ കൊണ്ടുതരണം? സകാത്ത് പോലും തങ്ങൾ എന്താ പറഞ്ഞത്? സകാത്തിന് ഞാനോ എന്റെ അഹ്ലു ബൈത്തോ അർഹരല്ല, ഞങ്ങൾക്ക് സകാത്ത് തരാൻ പാടില്ല. തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്, പക്ഷേ തങ്ങൾക്ക് സകാത്ത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. തങ്ങൾ ജോലി ചെയ്യാതെ സുഖിച്ചു എന്നാ ഇവന്മാര് വിചാരിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലെ മാസങ്ങളോളം പുക ഉയരാതെ നബി തങ്ങൾ പട്ടിണി കിടക്കുകയാണ് ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വീട്ടില് പട്ടിണിയായിരുന്നു. ഇവര് വിചാരിക്കുക എന്താ അറിയോ? തങ്ങൾ ജോലി ചെയ്യാതെ ഭയങ്കര സുഖിച്ച് ഇങ്ങനെ കുടവയറായിട്ട് നടക്കുകയായിരുന്നു എന്നാ. ഹബീബായ നബി തങ്ങൾക്ക് ദഅവത്തിന്റെ ഡ്യൂട്ടി ഉണ്ടായതിന്റെ പേരിൽ നബി തങ്ങൾ മുഴുസമയവും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചു, ഉമ്മത്തിന്റെ വിഷയങ്ങൾ ഇടപെട്ടു. തങ്ങൾ പട്ടിണി കിടന്നു. ആരെങ്കിലും ഭക്ഷണം കൊണ്ടുകൊടുത്താൽ തങ്ങൾ തിന്നുമായിരുന്നു, ആരെങ്കിലും ഹിബത്ത് കൊടുത്താൽ തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഒരു അനുയായിയോടും തങ്ങൾ കൈനീട്ടി ചോദിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും എനിക്ക് ഭക്ഷണം വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. തങ്ങൾ പട്ടിണി കിടന്നിരുന്നു. നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? ഹബീബ് ചെയ്ത പോലെ പുണ്യനബി പട്ടിണി കിടക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ രസമെന്ന് പറയുന്നത് പുണ്യനബി അധ്വാനിക്കാതെ വയറ് വീർപ്പിച്ച് ജീവിച്ചു എന്ന് കേൾക്കുമ്പോഴല്ലേ. തങ്ങൾ പട്ടിണിയാണ് കിടന്നത്. ഹബീബായ നബി പട്ടിണി കടന്ന് ജീവിച്ച നബിയാണ്. അവിടുത്തെ ഭാര്യമാര് ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ മുമ്പിൽ നിന്ന് കുടുംബജീവിതം അവസാനിപ്പിക്കുമാർ ഒരു തീരുമാനത്തിലേക്ക് വരെ തങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ലേ? ഒരു ദിവസം വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ തങ്ങൾ വിഷമിച്ചു പോയില്ലേ? റേഷൻ വേണമെന്ന് ഭാര്യമാര് പറഞ്ഞു തുടങ്ങിയില്ലേ? തങ്ങൾ പട്ടിണി കിടന്നു. അതിനെന്ത് കുഴപ്പം? ഹബീബാ നബി തങ്ങൾ പട്ടിണി കിടന്നിട്ടാ തങ്ങൾ ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ശഈരിൻ വലാ ഖുബ്സിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ കുടുംബം വയറു നിറച്ച് തിന്നിട്ടില്ല. ഒരു ബാർലിയോ ഗോതമ്പോ റൊട്ടിയോ പുണ്യനബി വയറു നിറച്ചിട്ടില്ലെന്നല്ലേ പരിശുദ്ധ ഹദീസ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഹബീബാ നബി തങ്ങൾ നമ്മളോട് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ അധ്വാനിച്ചു ഉമ്മത്തിന്റെ ദഅവത്തിന് വേണ്ടി. പക്ഷേ തങ്ങൾ പറഞ്ഞു ലാ അസ്അലുക്കും അലൈഹി അജ്റാ, നിങ്ങൾ ആരും എനിക്ക് ഒന്നും തരരുത്, ഞാൻ പൈസ മോഹിച്ചുകൊണ്ടല്ല ദഅവത്ത് ചെയ്യുന്നത് എന്ന് ഉമ്മത്തിനോട് തുറന്നു പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. അനുയായികളോട് അവരുടെ അച്ചാരം വാങ്ങി ജീവിച്ചു എന്ന് നിങ്ങൾ ഹബീബിനെ കുറിച്ച് പറയരുത്. ചരിത്രം അതിന് എതിരാണ്, തെളിവുകൾ അതിനെതിരാണ്. ഹബീബാ നബി തങ്ങൾ പട്ടിണി കിടക്കാൻ ആഗ്രഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വരും, നിസ്കാരം കഴിഞ്ഞിട്ട് ആയിഷ ബീവിയോട്, ബീവി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല നബിയേ. മുസലമ നിങ്ങളുടെ അടുത്ത് വല്ലതുണ്ടോ? ഒന്നുമില്ല നബിയെ. ഹഫ്സ ബീവി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല. ഇദൻ അന സ്വായിമുൻ, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.